മഹാപരിശുദ്ധനും തേജോമയനുമായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് വീണ്ടും ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ഒരു ചിന്ത പങ്കുവയ്ക്കുവാൻ, ഒന്നിച്ച് ശ്രദ്ധിക്കുവാൻ കർത്താവ് കൃപ നൽകുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ബ്രദർ ലൈവിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഈ ദിവസങ്ങളിൽ എന്നെ വളരെ ചിന്തിപ്പിക്കുകയും എൻ്റെ ഹൃദയത്തിൽ വളരെയധികം ഭാരം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു വിഷയമാണ് നമ്മുടെ കർത്താവിൻ്റെ സഭയോടുള്ള നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത്. തൻ്റെ ചങ്കിലെ ചോരയാൽ നമ്മെ വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ മക്കളാക്കി തീർത്ത്, കർത്താവിൻ്റെ ഭവനത്തിൽ നമ്മളെ അംഗങ്ങളാക്കി തീർത്ത്, ജീവനുള്ള ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാൻ നമ്മളെ യോഗ്യരാക്കി തീർത്തിരിക്കുന്ന ദൈവം നമ്മളിൽ നിന്ന് താൻ പ്രതീക്ഷിക്കുന്നത് അവൻ്റെ സന്നിധിയിലെ വിശുദ്ധിയും നിഷ്കളങ്കതയും നേരും, അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിച്ച് കർത്താവിൻ്റെ ഉത്തമ സാക്ഷികളായി ഈ ഭൂമിയുടെ മുഖത്ത് നിൽക്കുക എന്നുമുള്ളതാണ്. എന്നാൽ ഇന്ന് വിശ്വാസികൾ അവരുടെ സമർപ്പണത്തിൽ നിന്നും വളരെ പിൻപോട്ട് പോയോ എന്നുള്ള ഒരു ചിന്ത എൻ്റെയും ഹൃദയത്തിൽ ആകുലത നൽകുന്നുണ്ട്. ദൈവമക്കളായ നിങ്ങൾക്കും ആ ചിന്തയുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ സമർപ്പണത്തിലേക്ക്, ദൈവത്തോടുള്ള സ്നേഹത്തിലേക്ക്, കർത്താവിൻ്റെ സഭയോടുള്ള സ്നേഹത്തിലേക്ക് മടങ്ങി വരുവാൻ ഒരാഹ്വാനം നൽകുന്ന ഒരു ലഘു സന്ദേശം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ചിന്തയ്ക്ക് ആധാരമായി മത്തായി സുവിശേഷം 21-ാം അധ്യായം അതിൻ്റെ 12 മുതൽ ഉള്ള വാക്യം ഞാൻ വായിക്കുന്നു. യേശു ദൈവാലയത്തിൽ ചെന്നു. ദൈവാലയത്തിൽ വിൽക്കുന്നവരെയും കൊള്ളുന്നവരെയും എല്ലാം പുറത്താക്കി പൊൻവാണിഭക്കാരുടെ മേശകളെയും പ്രാവുകളെ വിൽക്കുന്നവരുടെ പീഠങ്ങളെയും മറിച്ചു കളഞ്ഞ് അവരോട്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്നെഴുതിയിരിക്കുന്നു, നിങ്ങളോ അതിനെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർക്കുന്നു എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ദൈവാലയത്തെക്കുറിച്ച് വളരെ എരിവുള്ളവൻ ആയിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ച ആ നാളുകളിൽ അവൻ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി. അവൻ അത്ഭുതങ്ങളുടെ ആരംഭമായി ആ വിവാഹ വീട്ടിൽ ഒരു വലിയ അത്ഭുതം ചെയ്തു. അത്ഭുതങ്ങളൊക്കെ ആരംഭിക്കുന്നത് ഒരു വിവാഹത്തോടു കൂടെയാണ്. അവിടെയാണ് ഒരു കുഞ്ഞിൻ്റെ ജനനം നടക്കുന്നത്. ആ വിശുദ്ധ വിവാഹത്തിലൂടെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ദൈവം തൻ്റെ പദ്ധതികളെ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. അവിടെയാണ് ജീവൻ ആരംഭിക്കുന്നത്. കർത്താവ് അവിടെയാണ് അത്ഭുതം തുടങ്ങിയത്. കർത്താവിൻ്റെ രേഖപ്പെടുത്തപ്പെട്ട അത്ഭുതങ്ങളിൽ ആദ്യത്തേത് ഒരു വിവാഹ വീട്ടിൽ നടന്നതാണ്. അതുപോലെ കർത്താവിൻ്റെ രേഖപ്പെടുത്തപ്പെട്ട താൻ ജീവനോടിരിക്കുമ്പോൾ ചെയ്തതിലെ ഏറ്റവും അവസാനത്തെ അത്ഭുതം മരിച്ച വീട്ടിൽ നടന്നതാണ്. അതായത് ലാസറിനെ അവൻ്റെ മരണത്തിൽ നിന്ന് മരിച്ചിട്ട് 4 നാളായിട്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചതാണ്. യേശു കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ നമുക്ക് വേണ്ടി അതിശയം ചെയ്യുന്നവനാണ്. അങ്ങനെ കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കിയ കർത്താവ് ആ അത്ഭുതം ചെയ്തതിന് ശേഷം നേരെ യെരുശലേമിലേക്കാണ് പോയത്. അവിടെ ചെന്നിട്ട് യേശുക്രിസ്തു ദൈവാലയം ശുദ്ധീകരിച്ചു. അപ്പോൾ യേശുക്രിസ്തു ദൈവാലയം ശുദ്ധീകരിച്ച ഒന്നാമത്തെ രംഗം യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ 13 മുതലുള്ള വാക്യത്തിൽ, യഹൂദന്മാരുടെ പെസഹ സമീപം ആകൊണ്ട് യേശു യെരുശലേമിലേക്ക് പോയി ദൈവാലയത്തിൽ കാള, ആട്, പ്രാവ് എന്നിവയെ വിൽക്കുന്നവരെയും അവിടെ ഇരിക്കുന്ന പൊൻവാണിഭക്കാരെയും കണ്ടിട്ട് കയറുകൊണ്ട് ഒരു ചമ്മട്ടി ഉണ്ടാക്കി ആടുമാടുകളോടുകൂടെ എല്ലാവരെയും ദൈവാലയത്തിൽ നിന്ന് പുറത്താക്കി. പൊൻവാണിഭക്കാരുടെ നാണ്യം തൂക്കിക്കളഞ്ഞു, മേശകളെ മറിച്ചിട്ടു. പ്രാവുകളെ വിൽക്കുന്നവരോട്, ഇതിവിടെ നിന്ന് കൊണ്ടുപോകുവിൻ, എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ഓർത്തു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഭൂമിയിലുള്ള ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചൊരു എരിവുണ്ടായിരുന്നു. യെസ്, അവിടെ നമ്മൾ വായിക്കുന്ന വാക്ക് ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു. Zeal for your house will consume me. ദൈവത്തിൻ്റെ ആലയത്തെക്കുറിച്ചുള്ള സ്നേഹം, അതിനോടുള്ള താല്പര്യം, അതിനോടുള്ള എരിവ് എന്നെ ദഹിപ്പിച്ചു കളയുന്നു.
ദൈവത്തിൻ്റെ ആലയത്തെ നാം സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ ആലയത്തോട് നമുക്ക് താല്പര്യമുണ്ടോ? ഇതെങ്ങനെയും പോകട്ടെ, ഇവിടെ എന്തും നടക്കട്ടെ എന്നുള്ള ചിന്തയാണോ നിങ്ങൾ ഉൾക്കൊണ്ട് നിൽക്കുന്ന സ്ഥലം സഭയോടുള്ള ബന്ധത്തിൽ താങ്കൾക്കുള്ളത്? അരുത്, അങ്ങനെ അരുത്. കർത്താവിൻ്റെ ആലയത്തോടുള്ള ബന്ധത്തിൽ ഒരു എരിവുണ്ടായിരുന്നു. നമുക്കറിയാം, കർത്താവിന് ഇന്ന് ഭൂമിയുടെ മുഖത്ത് 3 തരത്തിൽ ഉള്ള ദേവാലയങ്ങളാണ് ഉള്ളത്. ദൈവത്തിൻ്റെ ആലയം എന്ന് പറയുവാൻ ഒന്നാമത് ജീവനോടെ ഇവിടെ ഇരിക്കുന്ന വിശുദ്ധന്മാരും, അതുപോലെ പെന്തക്കോസ്ത് നാൾ മുതൽ കർത്താവിനെ വിശ്വസിച്ച് ക്രിസ്തു സഭയുടെ അംഗങ്ങളായി തീർന്നിട്ടുള്ള ഭക്തന്മാരും, ഇനിയും കർത്താവ് വരുവാൻ താമസിച്ചാൽ വരുവാൻ പോകുന്ന ആളുകളും, ഉൾപ്രാവണത്തിന്റെ നാൾ വരെയുള്ള സകല വിശ്വാസികളും ചേർന്ന സഭ. അതിനെ യൂണിവേഴ്സൽ ചർച്ച് അല്ലെങ്കിൽ സാർവത്രിക സഭ എന്നാണ് വിളിക്കുന്നത്. കർത്താവിൻ്റെ സാർവത്രിക സഭ, അത് കർത്താവിൻ്റെ മണവാട്ടി സഭയാണ്. ആ സഭയെ കർത്താവ് സ്നേഹിക്കുന്നു. കർത്താവിന് അതിനോട് അത്ര എരിവാണുള്ളത്. രണ്ടാമതായിട്ട്, ഭൂമിയുടെ മുഖത്ത് 2, 3, 4, 5, 6, 100, 200, 1000, 2000 എത്രയും ആയിക്കൊള്ളട്ടെ, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായിട്ട് അംഗീകരിച്ച് ദൈവമക്കളായി തീർന്ന ആ ആളുകൾ, 2 പേരോ 3 പേരോ അല്ലെങ്കിൽ 40 പേരോ 50 പേരോ, അവരെത്രയാണെങ്കിലും അവരൊന്നിച്ചുകൂടി കർത്താവിനെ ആരാധിക്കുന്ന ആ കൂട്ടം, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടം, അത് മല്ലശ്ശേരിയിലുണ്ട്, ഞാൻ കൂടുന്ന സ്ഥലത്തുണ്ട്, നിങ്ങൾ കൂടുന്ന ഇടം എവിടെയാണോ അവിടെ ഉണ്ട്. അങ്ങനെയുള്ള സഭകൾ, അതിനെ നാം വിളിക്കുന്നത് ലോക്കൽ ചർച്ചസ് എന്നാണ്, അല്ലെങ്കിൽ ലോക്കൽ അസംബ്ലീസ്. അത് പ്രാദേശിക സഭകളാണ്. അങ്ങനെയുള്ള പ്രാദേശിക സഭയെ കർത്താവ് സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് നിരവധി ലേഖനങ്ങൾ ഈ ബൈബിളിൽ നാം കാണുന്നത് ഓരോ പ്രാദേശിക സഭയ്ക്കും അല്ലെങ്കിൽ സഭകൾക്ക് എഴുതിയിട്ടുള്ളതാണ്. മൂന്നാമതായിട്ട്, നമ്മുടെ ശരീരമെന്ന ദൈവാലയം, അതെ, നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാകുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞിട്ട് ഈ മന്ദിരത്തെ അശുദ്ധമാക്കരുത്, ഇതുകൊണ്ട് പാപം ചെയ്യരുത് എന്ന് പറയുകയാണ്. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കും എന്നുള്ള മുന്നറിയിപ്പ് നൽകുന്നു. അതുകൊണ്ട് സാർവത്രിക സഭയും പ്രാദേശിക സഭയും നിങ്ങളുടെയും എൻ്റെയും ശരീരമാകുന്ന സ്വർഗത്തിലെ ദൈവം വാഴുന്ന നമ്മുടെ ശരീരം, ഇതും ദൈവത്തിന് വിലപ്പെട്ട ആലയമാണ്. അപ്പോൾ നിന്റെ ആലയത്തെക്കുറിച്ചുള്ള എരിവ് എന്നെ തിന്നുകളയുന്നു എന്ന് പറയുമ്പോൾ, കർത്താവിൻ്റെ ആലയത്തെ, ഈ സഭ എന്നുള്ള നിലയിൽ നമ്മളെക്കുറിച്ച് വളരെ കൺസേൺഡ് ആണ്. ഹി ഹാസ് എ ഗ്രേറ്റ് സീൽ ഫോർ ദി അസംബ്ലി. ദൈവസഭയോടുള്ള ബന്ധത്തിൽ നമുക്കത് കാണാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 20:28 നാം വായിക്കുന്നത്, ദൈവം തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിൻ്റെ സഭ എന്നാണ് അത് വായിക്കുന്നത്. ചർച്ച് ഓഫ് ഗോഡ് വിച്ച് ഹി പർച്ചേസ്ഡ് വിത്ത് ഹിസ് ഓൺ ബ്ലഡ്. അതെ, കർത്താവിൻ്റെ സഭ, ദൈവത്തിൻ്റെ സഭ, അത് ദൈവം തൻ്റെ രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവത്തിൻ്റെ സഭയാണ്. അതുകൊണ്ട് നിങ്ങളും ഞാനും ഉൾക്കൊണ്ട് നിൽക്കുന്ന ദൈവത്തിൻ്റെ സഭ, അത് വിശുദ്ധ സഭയായിരിക്കണം, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്നതായിരിക്കണം. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട സഭയാണ്. ആ സഭയിൽ അനീതിയും അധർമ്മവും അക്രമവും നടക്കേണ്ടതല്ല. നമ്മുടെ ജഡം വെളിപ്പെടേണ്ട ഇടവുമല്ല ദൈവത്തിൻ്റെ ആലയം. ഇത് നാം വളരെ മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവം നശിപ്പിക്കുമെന്നുള്ളത് പഴയ നിയമത്തിലെ വാക്യമല്ല. അതുപോലെ എബ്രായർ 12:29 മറ്റൊരു വാക്യമുണ്ട്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഇന്ന് പല വിശ്വാസികളും ചിന്തിച്ചിരിക്കുന്നത് അത് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യമാണ്, പഴയ നിയമത്തിൽ മാത്രമേ ഉള്ളൂ എന്നാ. അല്ല, എബ്രായ ലേഖനം 12:29 പുതിയ നിയമ വിശ്വാസികളോട്, നിങ്ങളോടും എന്നോടും പറയുകയാണ്, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഇപ്പോഴിതാ യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭത്തിൽ കർത്താവ് ദൈവാലയത്തിലേക്ക് വന്നിട്ട് പറയുന്ന വാക്ക്, നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കിയിരിക്കുന്നു എന്നാണ്. എന്ന് പറഞ്ഞാൽ, commercialism has intruded into the temple of God. Today, commercialism has invaded the church of God. അതൊരു വലിയ സത്യമാണ്. ഒരു കർത്താവിൻ്റെ ദാസൻ പറഞ്ഞ വാക്കാണ് ഞാനിപ്പോൾ ഉദ്ധരിച്ചത്. ദി കൊമേഴ്സ്യലിസം ഓർ ബാബിലോണിയനിസം ഹാസ് ഇൻവേഡഡ് ഇൻ ടു ദി ചർച്ച് ഓഫ് ഗോഡ്. ശരിയല്ലേ? ബാബേലിലെ അവിടെ ആരംഭിച്ചതുപോലെയുള്ള മ്ലേച്ഛതകളും
വാണിഭശാലയാക്കി ദൈവത്തിൻ്റെ ആലയത്തെ മാറ്റുന്ന ആ കാര്യവും ഇന്ന് ദൈവത്തിൻ്റെ ആലയങ്ങളിൽ, നമ്മുടെ സഭകളിൽ തുടരുകയല്ലേ. നമുക്കറിയാം, ബാബേലിൽ ദൈവം ഇറങ്ങി വന്ന് ഭാഷകളെ കലക്കിക്കളഞ്ഞു. ഇന്ന് മനുഷ്യർക്ക്, വിശ്വാസികൾക്ക് തമ്മിൽ ഐക്യമില്ലാത്തതുപോലെ കാര്യങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും കൊമേഴ്സ്യലിസം, അതെ, വ്യാപാരം, അതെ, അതിന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. നാം വെളിപ്പാട് പുസ്തകം 17-18 ചെല്ലുമ്പോൾ അവിടെ ഒരു റിലീജിയസ് ബാബിലോണിനെയും അതുപോലെ കൊമേഴ്സ്യൽ ബാബിലോണിനെയും നമുക്ക് കാണുവാൻ കഴിയും. അതെ, അതിന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയല്ലേ. കർത്താവിൻ്റെ സഭ അശുദ്ധമാകുമ്പോൾ സ്വർഗത്തിലെ ദൈവം എരിവോടെ എരിയുന്നവനാണ്. നമുക്കിവിടെ കാണാൻ കഴിയുന്നത് യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ കർത്താവ് ദൈവാലയത്തിലേക്ക് ചെന്നതിനെ ശുദ്ധീകരിച്ചു. നിങ്ങൾ എൻ്റെ പിതാവിൻ്റെ ആലയത്തെ വാണിഭശാലയാക്കരുതെന്ന് പറഞ്ഞ് അവിടെ നിന്നെല്ലാം പുറത്താക്കി അവിടെ ഒരു ശുദ്ധീകരണം നടന്നു. പിന്നെയും 3 വർഷം കഴിഞ്ഞു. ഈ കർത്താവിൻ്റെ ഏകദേശം 3.5 വർഷത്തെ ശുശ്രൂഷ അത്രയധികം ശക്തിയോടെ യെരുശലേമിൽ വീണ്ടും വീണ്ടും വന്ന് ദൈവാലയത്തിൽ പ്രസംഗിക്കുകയും ദൈവാലയത്തിൽ കുരുടന്മാരെ സൗഖ്യമാക്കുകയും ദൈവാലയത്തിൽ വളരെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ദൈവാലയത്തിൽ ഉപദേശിക്കുകയും ദൈവാലയത്തിൽ അനേക കാര്യങ്ങൾ ചെയ്തിട്ടും ഈ 3.5 വർഷത്തെ ശുശ്രൂഷയ്ക്കൊരു ഫലമില്ലാതായതുപോലെയാണ് നാം മത്തായി സുവിശേഷം 21 വരുമ്പോൾ കാണുന്നത്. എന്താ കാരണം? മത്തായി സുവിശേഷം 21 കർത്താവായ യേശുക്രിസ്തു ദൈവാലയത്തെ 2ാമത്തെ പ്രാവശ്യം ശുദ്ധീകരിക്കാൻ വരികയാണ്. അപ്പോൾ താൻ 3.5 വർഷം മുമ്പ് ദൈവാലയം ശുദ്ധീകരിച്ചു. അത് കഴിഞ്ഞ് വീണ്ടും അവിടെ വന്ന് ശുദ്ധീകരിക്കേണ്ട അവസ്ഥ. പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും വളരെ ചിന്തിക്കണം. ഇവിടെ കർത്താവ് സകല അധികാരത്തോടും കൂടെ വന്ന് ദൈവാലയത്തിൽ ശുദ്ധീകരണം നടത്തുകയാണ്. മത്തായി സുവിശേഷം 21 ആരംഭിക്കുന്നത് കർത്താവായ യേശുക്രിസ്തു കഴുതപ്പുറത്ത് യെരുശലേമിലേക്ക് കയറുന്നതും വരുന്നതും. ആ യെരുശലേമിലേക്ക് വരുമ്പോൾ കർത്താവിനെ അവർ വളരെ സന്തോഷത്തോടെ, ബാലന്മാരുൾപ്പെടെ അവർ അവനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ചയാണ്. കർത്താവിൻ്റെ മുമ്പാകെ അവർ അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചിട്ട് അവർ ഒലിവ് ചില്ലകളും മറ്റുമായിട്ട് മരച്ചില്ലുകളും ഒക്കെ കൊണ്ടുവന്ന് ഈ കഴുതയുടെ മുമ്പിലിട്ട് കഴുതയോട് ഒരു ആദരവ് കാണിക്കുകയാണ്. എന്താണ്? നിന്റെ മീതെ ഇരിക്കുന്നവൻ ഞങ്ങളുടെ മശികയാണ്, ഞങ്ങളുടെ കർത്താവാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ കഴുതപ്പുറത്ത് ഇരിക്കുന്നവനെ ആദരവോടെ സ്വീകരിക്കുകയാണ്. എന്നിട്ട് അവർ പറയുകയാണ്, ദാവീദ് പുത്രന് ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ. അത്ര സന്തോഷത്തോടെയാണ് അവർ കർത്താവിനെ സ്വീകരിച്ചത്. അങ്ങനെ ദൈവാലയത്തിലേക്ക് കർത്താവ് വന്ന് അവിടെ ആയിരിക്കുമ്പോൾ ഈ വലിയ മ്ലേച്ഛത കാണുകയാണ്. കർത്താവ് അവിടെ പറയുന്നത്, ഇവരെല്ലാം പുറത്താക്കുമ്പോൾ പറയുന്നത്, നിങ്ങൾ എൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അതെ, ഒരിക്കൽ ഇവിടെ വാണിഭം നടക്കുകയായിരുന്നു. ഇവിടെ ഒരിക്കൽ വേണ്ടാത്ത നിലയിലുള്ള കാര്യങ്ങൾ കണ്ട് കർത്താവ് ശുദ്ധീകരിച്ചതാണ്. ഇപ്പോൾ ഇത് കള്ളന്മാർ ഒന്നിച്ചു കൂടിയിരിക്കുന്ന കള്ളന്മാരുടെ ഗുഹയായി മാറിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ കാലത്ത് ദൈവസഭയിൽ സത്യം പറയുന്നവർക്ക് എന്തെങ്കിലും വിലയുണ്ടോ? നേരിനും നീതിക്കും വേണ്ടി നിൽക്കുന്നവർക്ക് എന്താണ് വില? വിശുദ്ധിക്ക് വില കൊടുക്കുന്നവർക്ക് എന്ത് വിലയുണ്ട്? നിങ്ങളും ഞാനും ചിന്തിക്കേണ്ട ഒരു കാലം വന്നെത്തിയിരിക്കുന്നു. നിങ്ങൾ എൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ട് കർത്താവ് അവിടെ കോപിക്കുന്നത് കാണുവാൻ കഴിയും. ഇവിടെ കർത്താവിനെ കുറിച്ച് പല വിധത്തിൽ അവൻ്റെ ആധികാരികത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ ദാവീദ് പുത്രനാണ്, അവൻ കർത്താവാണ്. യേശു കർത്താവ് പറഞ്ഞു, കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയുക. ആ കഴുതയെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. അവൻ ദാവീദ് പുത്രനാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ സ്വീകരിച്ചു. എന്നിട്ട് വീണ്ടും നാം മുമ്പോട്ട് വരുമ്പോൾ 21-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ കാണുന്നു, അവൻ ഗലീലയിലെ നസറേത്തിൽ നിന്നുള്ള പ്രവാചകൻ. അതെ, പ്രവാചകനായ യേശു, അവൻ രക്ഷകനാണ്. അവൻ നസറേത്തിൽ നിന്നുള്ള പ്രവാചകനാണ്. അങ്ങനെയുള്ള കർത്താവാണ് ഈ ദൈവാലയത്തിലേക്ക് വന്ന് ശുദ്ധീകരണം നടത്തുന്നത്. ഇവിടെ കർത്താവ് ദൈവാലയത്തിൽ ഈ ശുദ്ധീകരണം നടത്തി. കർത്താവ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതല്പം പോലും ഇഷ്ടപ്പെടാത്ത ശാസ്ത്രിമാരെയും പുരോഹിതന്മാരെയും നമുക്ക് അവിടെ കാണുവാൻ കഴിയും. എന്നാൽ 15-ാം വാക്യത്തിൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന് ഹോശന്ന എന്ന് ദൈവാലയത്തിൽ ആർക്കുന്ന ബാലന്മാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. അവർക്ക് അത് അല്പം പോലും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ലായിരുന്നു. They became indignant. അവർ കോപം കൊണ്ട് നിറഞ്ഞവരായി തീർന്നു. അവർക്കിത് അല്പം പോലും താല്പര്യമുണ്ടായില്ല.
ദൈവത്തിൻ്റെ ആലയത്തിൽ എന്താണ് നടക്കേണ്ടത്? കർത്താവ് പറയാണ്, എൻ്റെ ആലയം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, അല്പമെങ്കിലും ആത്മഭാരമുള്ള ഒരു വ്യക്തിയാണ് താങ്കളെങ്കിൽ ഞാൻ പറയട്ടെ, ഇന്നും നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത് നമ്മുടെ കർത്താവിൻ്റെ ആലയം പ്രാർത്ഥനയുടെ ആലയമായി തീരണം. നമ്മൾ ഒന്നിച്ചു വന്ന് ഐക്യമത്യപ്പെട്ട് ഏക മനസ്സോടെ ഏകഭാവം കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുവാൻ ദൈവം ഇന്നും ആഗ്രഹിക്കുന്നു. നമ്മുടെ സഭകളിലൂടെ, നമ്മുടെ ജീവിതങ്ങളിലൂടെ നമ്മുടെ കർത്താവ് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നവനാണെന്ന് വെളിപ്പെടുത്തുവാൻ ഇന്നും ആഗ്രഹിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആലയത്തെക്കുറിച്ചുള്ള എരിവുള്ള കർത്താവ്. ആ ആലയത്തിൽ നിന്നും പ്രാർത്ഥന ഉയരണം. അവിടെ നിന്നുയരുന്ന പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കണം. നമുക്കറിയാം, നാം ശലോമോൻ ദൈവത്തിൻ്റെ ആലയം പ്രതിഷ്ഠിച്ച് ദൈവം മുമ്പാകെ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ ആലയത്തിലേക്ക് വന്ന് നിന്റെ ജനം പ്രാർത്ഥിക്കുമ്പോൾ നീ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകണം. അവർ അടിമത്വത്തിലേക്ക് പോയാൽ ആ നാട്ടിൽ നിന്ന് ഇവിടോട്ട് നോക്കി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം നൽകണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ നാമം വിളിച്ചിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി എൻ്റെ മുഖം അന്വേഷിക്കുമെങ്കിൽ ഞാൻ അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. അതെ, നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുന്ന, നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന, നമ്മുടെ ദേശത്തിന് സൗഖ്യം നൽകുന്ന ഒരു ദൈവമുണ്ട്. നമ്മളെ തന്നെ താഴ്ത്തി അവൻ്റെ മുഖം അന്വേഷിച്ച് നമ്മൾ അവൻ്റെ അടുക്കലേക്ക് വരുമെങ്കിൽ, അവങ്കിലേക്ക് തിരിയുമെങ്കിൽ. അതുകൊണ്ട് നിങ്ങളും ഞാനും പ്രാർത്ഥിക്കുന്ന ഒരിടമാണ് ദൈവത്തിൻ്റെ ആലയം. എന്നാൽ ഈ ദൈവാലയത്തിൽ ഒരു ശുദ്ധീകരണം നടത്തുവാനായിട്ട് കർത്താവ് വരികയാണ്. നിങ്ങളും ഞാനും കൂടി വരുന്ന ദൈവസഭ, നമ്മൾ ഒന്നിച്ചു കൂടുന്ന നമ്മുടെ സഭകൾ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസികളുടെ കൂട്ടത്തിൽ എത്ര പേർക്ക് ഈ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട്? നമ്മുടെ ജീവിതങ്ങളിൽ ഒരു ശുദ്ധീകരണം ആവശ്യമാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇന്ന് നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്തിട്ട് കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമുണ്ട്. എൻ്റെ ശരീരമാകുന്ന ഈ മന്ദിരം ഇത് ശുദ്ധീകരിക്കപ്പെടേണ്ട ആവശ്യമുണ്ട്. കർത്താവെ, എഴുന്നള്ളി വരണമേ, എന്നെ ശുദ്ധീകരിക്കണമേ. കർത്താവെ, എഴുന്നള്ളി വരണമേ, എൻ്റെ സഭയെ ശുദ്ധീകരിക്കണമേ എന്ന് നിങ്ങളും ഞാനും പറയണം. എന്തിനാണ് നമുക്ക് ഈ ശുദ്ധീകരണം ആവശ്യമെന്നറിയാമോ? നിങ്ങളും ഞാനും നമ്മുടെ ജീവിതത്തിൽ ഒരനുഗ്രഹം വന്നെത്തുവാനായിട്ട് അത് വേണം. കർത്താവ് ദൈവാലയത്തിൽ വന്നു, അവിടെ ശുദ്ധീകരണം നടത്തി. അത് കഴിഞ്ഞിട്ട് എന്താണ് 14-ാം വാക്യം നമ്മൾ വായിക്കുകയാണ്, കുരുടന്മാരും മുടന്തന്മാരും ദൈവാലയത്തിൽ അവൻ്റെ അടുക്കൽ വന്നു, അവൻ അവരെ സൗഖ്യമാക്കി. അപ്പോൾ കർത്താവിനെ നമ്മൾ ഇനിയും കാണുന്നത് രോഗികൾക്ക് സൗഖ്യം നൽകുന്ന, ആവശ്യത്തിലിരിക്കുന്നവരെ സഹായിക്കുന്ന, അവർക്ക് ആശ്വാസം നൽകുന്ന ദൈവമായിട്ടാണ്. പിന്നീട് ഉപദേശം വേണ്ടവർക്ക് ഉപദേശം നൽകുന്ന ഒരു കർത്താവായിട്ടാണ്. അപ്പോൾ ഈ കർത്താവ് ഒരു ശുദ്ധീകരണം നടന്ന ഇടത്തേക്ക് വന്നാണ് ശുദ്ധീകരണം നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ശുദ്ധിയില്ലാത്ത ആലയത്തിലേക്ക്, ശുദ്ധിയില്ലാത്ത സഭയിലേക്ക് വന്ന് കർത്താവ് തൻ്റെ സന്ദേശം നൽകേണ്ട ആവശ്യമില്ല. കർത്താവ് ശുദ്ധിയില്ലാത്ത ജീവിതങ്ങളോട് സംസാരിക്കേണ്ട ആവശ്യമില്ല. അവിടേക്ക് കർത്താവ് ചാട്ടവാറുമായി വന്ന് ന്യായവിധി നടത്തുകയാണ് ആവശ്യം. അതുകൊണ്ട് ഇവിടെ നാം കാണുന്നത് നമുക്ക് ഒരു ശുദ്ധീകരണം ആവശ്യമാണ്. എബ്രായ ലേഖനം 12-ാം അധ്യായത്തിലേക്ക് ഞാനൊന്ന് വരട്ടെ. എബ്രായർ 12-ന്റെ 4-ാമത്തെ വാക്യം ഞാൻ വായിക്കുന്നു. എബ്രായർ 12-4, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്തു നിന്നിട്ടില്ല. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം നിങ്ങൾ ഇതുവരെ എതിർത്ത് നിന്നിട്ടില്ല. അപ്പോൾ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് എന്താണ്? നിങ്ങളും ഞാനും പാപത്തോട് പോരാടുന്നവരാകണം. പാപത്തോട് പോരാടുന്നതിൽ പ്രാണൻ വെടിയേണ്ടി വന്നാലും നമ്മൾ അങ്ങനെ നിൽക്കണം എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നമുക്കറിയാം, അങ്ങനെ ഉള്ളതിനൊരു അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം എന്താണ് എന്ന് നമുക്ക് ദൈവവചനത്തിലൂടെ ഒന്ന് കാണാം. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 32 വരുമ്പോൾ ദൈവം മോശയ്ക്ക് 10 കൽപ്പനകൾ നൽകി അവനെ സീനായ് പർവ്വതത്തിൽ നിന്നും താഴേക്ക് വിടുകയാണ്. എന്നാൽ താഴേക്ക് വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താണ്? അവിടെ
വലിയ ബഹളം നടക്കുകയാണ്, വലിയ ആഘോഷം നടക്കുകയാണ്. എന്താണത്? ഒരു സ്വർണം കൊണ്ട് കാളക്കുട്ടിയെ ഉണ്ടാക്കി അതിൻ്റെ മുമ്പാകെ എല്ലാവരും വണങ്ങി നമസ്കരിക്കുകയാണ്. അവരെ ഈജിപ്തിൽ നിന്നും ദൈവം പുറത്തു കൊണ്ടുവന്നെങ്കിലും ഈജിപ്തിലെ ദേവന്മാർ, അവിടുത്തെ ദേവിമാർ, അവിടുത്തെ മ്ലേച്ഛത അതൊന്നും അവരുടെ ഹൃദയത്തിൽ നിന്ന് മാറിയില്ല. അതിനെയെല്ലാം കൊണ്ടുവരുന്ന ഒരു ജനതതി നിങ്ങളെയും എന്നെയും വിശുദ്ധിയിലേക്ക്, അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് അത്ഭുത പ്രകാശത്തിലേക്ക് കൊണ്ടുവന്ന ദൈവമാണ്. വിശുദ്ധിക്ക് എന്തു വിലയുണ്ട്? അപ്പോൾ ആ പുറപ്പാട് പുസ്തകം 32 ഈ സംഭവങ്ങൾ നടന്നതിന് ശേഷം അതിൻ്റെ 33-ാം അധ്യായം 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മളവിടെ കാണുന്ന വാക്കുണ്ട്, അവർ ഉണ്ടാക്കിയ കാളക്കുട്ടിയെ അവനെടുത്ത് തീയിലിട്ടു ചുട്ട് അരച്ചു പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. ഇവിടെ മോശ തൻ്റെ കയ്യിലിരുന്ന കൽപ്പലകൾ എറിഞ്ഞുടച്ചിട്ട് കാളക്കുട്ടിയെ പൊടിച്ച് അതിൻ്റെ പൊടി ഇസ്രായേൽ ജനത്തെ കുടിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കിയ ദേവൻ, ആ കാളക്കുട്ടി ഒന്നുമില്ലെന്ന് കാണിക്കുകയാണ്. മോശ കോപം കൊണ്ട് ജ്വലിച്ചു എന്നാണ് 32-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അതെ, ദൈവത്തിന്റെ ആലയത്തിൽ ദൈവജനത്തിന്റെ നടുവിൽ അശുദ്ധി വരുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുന്ന, ദൈവത്തിന്റെ തേജസ്സും മഹത്വവും കണ്ട ദൈവത്തിന്റെ ദാസൻ, ദൈവത്തിന്റെ കൽപ്പന കയ്യിൽ പിടിച്ചിരിക്കുന്ന ദൈവത്തിന്റെ ദാസൻ കോപം കൊണ്ട് ജ്വലിച്ചു. എന്നിട്ട് അവരെ ശിക്ഷിക്കുന്നതാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. മുമ്പോട്ട് ചെല്ലുമ്പോൾ നമ്മളതിൻ്റെ 28-29 വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുകയാണ്, ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേര് വീണു. എന്താണ് സംഭവിച്ചത്? മോശ പാളയത്തിലേക്ക് വന്നപ്പോൾ കണ്ട സംഭവം അതിൻ്റെ 26-ാം വാക്യം, മോശെ പാളയത്തിന്റെ വാതിക്കൽ നിന്നുകൊണ്ട് യഹോവയുടെ പക്ഷത്തുള്ളവൻ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവൻ അവരോട്, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ വാളരയ്ക്ക് കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താൻ്റെ സഹോദരനെയും താൻ്റെ സ്നേഹിതനെയും താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളയുവീൻ എന്നിങ്ങനെ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ലേവ്യർ മോശ പറഞ്ഞതുപോലെ ചെയ്തു. അന്ന് ഏകദേശം 3000 പേര് വീണു. അതെ, ദൈവത്തിന്റെ കൽപ്പന കൊടുത്ത ആ ദിവസം തന്നെ ദൈവത്തിന്റെ കൽപ്പനയെ അനുസരിക്കുവാൻ കഴിയാതെ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുതെന്ന് പറഞ്ഞപ്പോൾ ആ കൽപ്പനയെ ലംഘിച്ചുകൊണ്ട് കാളക്കുട്ടിയെ വണങ്ങുന്ന ജനത്തിന്റെ നേരെ ദൈവത്തിന്റെ ന്യായവിധി ശിക്ഷ കൊണ്ടുവരുന്ന, അവരെ കൊല്ലുവീൻ എന്ന് യഹോവയുടെ കൽപ്പന മോശ പറയുമ്പോൾ അതനുസരിച്ച ചില ആളുകൾ ഉണ്ടായിരുന്നു. അവർ ആ കൽപ്പന അനുസരിച്ചു. ആ കൽപ്പന അനുസരിച്ചപ്പോൾ അന്ന് 3000 പേരെ ലേവ്യർ അവരുടെ വാളെടുത്ത് വെട്ടിക്കൊന്നുകളഞ്ഞു. ദൈവത്തിന്റെ ന്യായവിധി അവരുടെ പാളയത്തിലേക്ക് വന്നു എന്ന് നാം അവിടെ കാണുകയാണ്. എന്നാൽ നമുക്ക് മുമ്പോട്ട് ചെല്ലുമ്പോൾ ഇതിൻ്റെ അനുഗ്രഹം എന്തായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. 32-ന്റെ 28-ഉം 29-ഉം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുകയാണ്. 29-ാം വാക്യം, യഹോവ ഇന്ന് നിങ്ങൾക്ക് അനുഗ്രഹം നൽകേണ്ടതിന് നിങ്ങൾ ഇന്ന് ഓരോരുത്തൻ താൻ്റെ മകനും താൻ്റെ സഹോദരനും വിരോധമായി യഹോവയ്ക്ക് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുവീൻ എന്ന് മോശെ പറഞ്ഞു. അതെ, ഇവിടെ നമ്മൾ കാണുന്നത് എന്താണ്? ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ച, അന്യദേവനെ സ്വീകരിക്കാൻ തയ്യാറായ ദൈവത്തിന്റെ ജനത്തിന് ന്യായവിധി കൊണ്ടുവന്ന ആ ലേവ്യരോട് മോശ പറയുകയാണ്, നിങ്ങൾ, നിങ്ങളുടെ സന്തതികൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എല്ലാവരും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വരുവീൻ. എന്തിനാ? നിങ്ങൾ ഇന്ന് അനുഗ്രഹം പ്രാപിക്കേണ്ടതിന്. പ്രിയപ്പെട്ടവരെ, ലേവ്യർ എന്നും ദൈവത്തിന്റെ സന്നിധിയിൽ, അതെ, അവന്റെ പുരോഹിതന്മാരായിട്ടിരിക്കും, ദൈവത്തിന്റെ സന്നിധിയിൽ സേവ ചെയ്യുമെന്ന് പറയുവാൻ കാരണം എന്താണ്? അങ്ങനെ ഒരു നിയമം ദൈവം ലേവ്യരുമായിട്ട് ചെയ്യുവാൻ കാരണം എന്താണ്? അതിനൊരു കാരണമേ ഉള്ളൂ. അതെ, ദൈവത്തിന്റെ ജനം ജീവനുള്ള ദൈവത്തെ വിട്ട് ആ കാളയെ ആരാധിക്കുവാനായിട്ട്, സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിക്കുവാനായിട്ട് തിരിഞ്ഞപ്പോൾ സർവശക്തനായ ദൈവത്തിന്റെ പക്ഷത്ത് നിന്നുകൊണ്ട് നീതി നടത്തിയ ദൈവത്തിന്റെ ജനത്തോട്, ലേവ്യരോട് ദൈവം പറഞ്ഞു, ഞാനൊരു ഉടമ്പടി ചെയ്യുന്നു. തലമുറയായി സകലകാലവും നിങ്ങളും നിങ്ങളുടെ സന്തതിയും എൻ്റെ സന്നിധിയിൽ എന്നെ സേവിക്കും. ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ
വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ നിൽക്കണം എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് നിങ്ങളും ഞാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് ഇടയാകണമെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ഒന്നിച്ചു നിൽക്കണം, നീതിക്ക് വേണ്ടി നിൽക്കണം, സത്യത്തിന് വേണ്ടി നിൽക്കണം. തൻ്റെ സഭയെ ശുദ്ധീകരിക്കുവാൻ കർത്താവ് ഇന്നും ആഗ്രഹിക്കുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 2-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വാക്ക് ഇങ്ങനെയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും കൊള്ളരുതാത്തവരെ നിനക്ക് സഹിച്ചുകൂടാത്തതും അപ്പോസ്തലന്മാരല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമത്തിൽ നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഇവിടെ എഫെസോസ് സഭയോട് കർത്താവ് പറയുകയാണ്, നിനക്ക് കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാത്തത്, അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറയുന്നവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ട് നീ ഇരിക്കുന്നത്, അവരോട് നീ ഇടപെടുന്നത് ഞാൻ അറിയുന്നു. എഫെസോസ് സഭ കർത്താവിനോടുള്ള ആദ്യ സ്നേഹം വിട്ടുപോയി എന്ന് കർത്താവ് പറഞ്ഞ ഒരു സഭയാണ്. എന്നിട്ടും അവരെക്കുറിച്ച് കർത്താവിന് പറയുവാൻ ഒരു നല്ല കാര്യമുണ്ടായിരുന്നു. അതെന്താണ്? കൊള്ളരുതാത്തവരെ നീ സഹിക്കുന്നില്ല. എനിക്കും അങ്ങനെ തന്നെയാ. കൊള്ളരുതാത്തവരെ സഹിച്ചുകൂടാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഭയിലേക്ക് അശുദ്ധി വരുമ്പോൾ വിശുദ്ധിക്ക് വേണ്ടി നിൽക്കുവാൻ നിങ്ങളും ഞാനും തയ്യാറാകുമ്പോൾ കൊള്ളരുതാത്തവരെ സഹിക്കാതിരിക്കേണ്ടി വരും. അത് എഫെസോസ് സഭയുടെ നല്ല സ്വഭാവമായിട്ടിരുന്നു. എഫെസോസ് സഭയാണ് അത് ചെയ്തത്. അതുപോലെ നിങ്ങളും ഞാനും സഭയായി കൊള്ളരുതാത്തതിനെതിരെ നിൽക്കണം, അശുദ്ധിക്കെതിരെ നിൽക്കണം, വിശുദ്ധിയുടെ പക്ഷത്ത് നിൽക്കണം, നീതിക്ക് വേണ്ടി നിൽക്കണം. പിന്നെ അപ്പോസ്തലന്മാരല്ലാതിരിക്കെ അപ്പോസ്തലന്മാരെന്ന് പറഞ്ഞവരെ പരീക്ഷിച്ച് കള്ളന്മാരെന്ന് കണ്ടു. ഇന്ന് സഭ ഏതുമായിക്കൊള്ളട്ടെ, സമൂഹം ഏതുമായിക്കൊള്ളട്ടെ, ഒത്തിരി പേര് കർത്താവിൻ്റെ ദാസന്മാരെന്ന് പേരെടുത്ത് വരുന്നവരുണ്ട്. അവര് ആ കർത്താവിൻ്റെ ദാസനാണ്, സുവിശേഷകനാണ് എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. സുവിശേഷകനെ പോലെ ആയിരിക്കും വരുന്നത്. അവരുടെ വാക്കുകൾ വളരെയധികം ആശ്വാസം നൽകുന്നതായിരിക്കും. പക്ഷേ നമ്മൾ അവരെ പരീക്ഷിച്ചാൽ അവർ കള്ളന്മാരെന്ന് നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ കള്ളന്മാരെ തിരിച്ചറിയുവാൻ നമുക്ക് കഴിയും. അങ്ങനെയാണെങ്കിൽ എഫെസോസ് സഭ ഒന്നിച്ച് കൊള്ളരുതാത്തവരെ സഹിക്കാതിരുന്നു. കള്ളന്മാരെന്ന് കണ്ടിട്ട് അവരെ നീക്കി നിർത്തി. ഇങ്ങനെയുള്ള ഒരു വിശുദ്ധിക്ക് വേണ്ടി സഭ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നിങ്ങളും ഞാനും ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വന്നെങ്കിൽ കൊള്ളായിരുന്നു. നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ അനുഗ്രഹത്തിനു വേണ്ടിയാണോ നാം അടുത്തു വരുന്നത്, അതോ ശാപത്തിനാണോ? നാം 1 കൊരിന്ത്യർ 11-ാം അധ്യായത്തിൻ്റെ 23 മുതലുള്ള വാക്യങ്ങൾ കാണുമ്പോൾ അവിടെ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ നമ്മുടെ കർത്താവ് നമ്മുടെ സഭയ്ക്ക് നൽകിയിരിക്കുന്ന ഒരു കൽപ്പനയാണ്, നമ്മൾ ചെയ്യേണ്ട ഒരനുഷ്ഠാനമാണ്. ആ കർത്തൃമേശയോടുള്ള ബന്ധത്തിൽ കാണുകയാണ്, നിങ്ങൾ കൂടി വരുന്നത് നന്മയ്ക്കല്ല തിന്മയ്ക്കത്രേ. ഇത് നിമിത്തം നിങ്ങളിൽ അനേകരും രോഗികളാകുന്നു, ബലഹീനരാകുന്നു, അനേകരും നിദ്ര കൊള്ളുന്നു. അപ്പോൾ പലരും മരിച്ചുപോയത്, അതെ, നിങ്ങൾ ശിക്ഷാവിധി തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു, ന്യായവിധിക്കായി ചെയ്യുന്നു. അപ്പോൾ ന്യായവിധി, ശിക്ഷാവിധി, തിന്നുക, കുടിക്കുക, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആ കൊരിന്ത് സഭയിൽ നടക്കുന്നത് എന്തുകൊണ്ടാണ്? അശുദ്ധി അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ്. കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണുകയാണ്, അനേകരും നിദ്ര കൊള്ളുന്നു. അതേ, കർത്തൃമേശയിൽ നിന്ന് അയോഗ്യമായി പങ്കെടുത്തത് കൊണ്ട് പല വിശ്വാസികളും മരിച്ചുപോയി. കൊരിന്തു സഭയിലുള്ളവരോട് പറയുകയാണ്, അനേകരും നിദ്ര കൊള്ളുന്നു. 1, 2, 3, 4 അല്ല, പലരും, അനേകരും. മരണം നേരത്തെ വരിച്ചതിൻ്റെ കാരണം കർത്താവിൻ്റെ മേശയിൽ നിന്ന് അയോഗ്യമായി തിന്നുകയോ കുടിക്കുകയോ ചെയ്തതാണ്. ഇന്ന് വ്യക്തിപരമായി നമുക്കൊന്ന് ശോധന ചെയ്യാം. എൻ്റെ ദൈവത്തിൻ്റെ മന്ദിരമായ ഈ ആലയം ഞാൻ അശുദ്ധമാക്കിയിട്ടുണ്ടോ? ന്യായവിധിയും ശിക്ഷാവിധിയും എൻ്റെ മേൽ ഞാൻ വരുത്തുന്നുണ്ടോ? അങ്ങനെ ഞാൻ കൂടി നിൽക്കുന്ന ദൈവത്തിൻ്റെ സഭ, ആ കൂട്ടായ്മ, ആ പ്രാദേശിക സഭ, അവിടെ അശുദ്ധിയാണോ ഉള്ളത്? ദൈവത്തിൻ്റെ ന്യായവിധിയുടെ കരങ്ങൾ ഞങ്ങളുടെ നേരെ നീളാറായോ? അതെ, കർത്താവ് പറയുകയാണ്, നിങ്ങൾ എൻ്റെ ആലയത്തെ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നീയും ഞാനും ഉൾക്കൊണ്ടു നിൽക്കുന്ന നമ്മുടെ സ്ഥലം സഭകൾ അത് വിശുദ്ധിയുടെ ആലയമായി തീരട്ടെ. അത് കർത്താവ് വസിക്കുന്ന ഇടമായി തീരട്ടെ.
കർത്താവിന്റെ മഹത്വം വെളിപ്പെടുന്ന ഇടമായി തീരട്ടെ. നിങ്ങളുടെയും എന്റെയും ശരീരത്തിലൂടെ നാം കർത്താവിനെ മഹത്വപ്പെടുത്തണം, വിശുദ്ധിക്ക് വേണ്ടി നിൽക്കണം. അങ്ങനെയുള്ളവർ ഒന്നിച്ചുകൂടി കർത്താവിനെ ആരാധിക്കുമ്പോഴും ദൈവത്തിന്റെ തേജസ്സും മഹത്വവും വിളംബരം ചെയ്യപ്പെടണം. കർത്താവ് പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുന്ന ഇടമായിട്ട്, അത്ഭുതം നടക്കുന്ന ഇടമായി, കർത്താവിന്റെ തേജസ് ദേശത്തുള്ളവർ കാണുന്ന ഇടമായി, കർത്താവിന്റെ പ്രകാശം പ്രകാശിപ്പിക്കുന്നവരായിട്ട് നമ്മൾ തീരണം. അതിന് നമ്മുടെ വ്യക്തി ജീവിതവും നമ്മുടെ സഭാജീവിതവും ഇടയാക്കി തീർക്കട്ടെ. നമ്മുടെ സഭയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർക്ക് അങ്ങനെയുള്ള കാഴ്ചപ്പാടും ഉണ്ടാകട്ടെ. വിശ്വാസത്തിലേക്ക് വേണ്ടി, വിശുദ്ധിയിലേക്ക്, സത്യത്തിലേക്ക് മടങ്ങി വന്ന് കർത്താവിനെ സ്നേഹിപ്പാൻ നമുക്ക് ഇടയാകട്ടെ. നാം കേട്ടതുപോലെ കർത്താവിന്റെ ആലയത്തെക്കുറിച്ച് ഒരു എരിവ് നമുക്കുണ്ടാകണം. ആ എരിവ് അത് നമുക്കുണ്ടാകുമ്പോൾ the zeal for the temple of God, the church of God should consume me and you. നിങ്ങളെയും എന്നെയും ആ എരിവ് തിന്നുകളയുവാൻ, നമ്മളെ ദഹിപ്പിക്കുവാൻ, നമ്മുടെ ഞാൻ എന്ന ഭാവം ഇല്ലാതാക്കി കർത്താവിനോടും കർത്താവിൻ്റെ സഭയോടുമുള്ള സ്നേഹം വർദ്ധിക്കുവാൻ ദൈവമിടയാക്കട്ടെ. ഈ വചനങ്ങൾ നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ. Savapathi Yesu